അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ പോകുന്നത് തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയുടെ ഭാഗമായ പാമ്പൻ ദ്വീപിനെ പ്രധാന കരയുമായി ബന്ധിപ്പിക്കുന്ന പാലത്തിൻ്റെ മുകളിലൂടെയാണ്. ഇതാണ് പാമ്പൻ പാലം. പാക് കടലിടുക്കിന് കുറുകെയാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. 2 കിലോമീറ്ററിൽ ഏറെ നീളമുള്ള ഈ പാലത്തിന് പാമ്പൻ ദ്വീപിലെ രാമേശ്വരത്തെയും മണ്ഡപം എന്ന സ്ഥലത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ യാത്ര ചെയ്യുന്ന ഈ പാലവും അതുപോലെ ഇടതു സൈഡിലായി കാണുന്ന ട്രെയിൻ പോകുവാനുള്ള പാലവും ഈ പാക് കടലിടുക്കിന് മുകളിലൂടെ ഉണ്ടെങ്കിലും പ്രധാനമായും പാമ്പൻ പാലം എന്ന് വിളിക്കുന്നത് റെയിൽവേ പാലത്തിനെയാണ്. ഞാൻ ഈ യാത്ര ചെയ്യുന്ന ഈ പാലത്തേക്കാൾ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള റെയിൽവേ പാലത്തിനാണ് പാമ്പൻ പാലം എന്ന പേര് പറയപ്പെടുന്നത്. ഈ പാമ്പൻ റെയിൽവേ പാലം നമ്മുടെ രാജ്യത്തെ ഏറ്റവും നീളമുള്ള 2ാമത്തെ പാലമാണ്. 1ാമത്തേത് അടൽ സേതു മുംബൈ കടൽ പാലമാണ്. കപ്പലുകൾക്ക് കടന്നു പോകുന്ന തരത്തിൽ 2ആയി പകുത്തുമാറാൻ കഴിയുന്ന രീതിയിലാണ് റെയിൽവേ പാലത്തിൻ്റെ നിർമ്മാണം. 2 ദിവസത്തെ യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് പോകാൻ പറ്റിയ സ്ഥലമാണ് രാമേശ്വരവും പാമ്പൻ പാലവും ധനുഷ്കോടിയുമൊക്കെ. പാമ്പൻ പാലം കഴിയുന്നതിന് ശേഷം രാമേശ്വരത്ത് ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പായി ഇടതുഭാഗത്തായി ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ ഖബറിടമുണ്ട്. അവിടെ മ്യൂസിയത്തിൽ നമുക്ക് മൊബൈൽ ഫോൺ അലൗഡ് അല്ല. പിന്നെ ക്ഷേത്രം, അതുപോലെ ധനുഷ്കോടി, അബ്ദുൽ കലാം സാറിൻ്റെ ഭവനം, വീട് ഒക്കെ നമുക്ക് സന്ദർശിക്കാൻ സാധിക്കും. നമുക്ക് ഈ വീഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോസ് എടുത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ ഇത് കോപ്പിറൈറ്റ് ആയി പോകും. അതുകൊണ്ടാണ് മ്യൂസിക് ഇടാത്തത്. ഇതിവിടുത്തെ ഒരു മുളക് പാടമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.